അറേബ്യൻ പെനിൻസുലയിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് തുടങ്ങി. ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെ പൊടിക്കാറ്റ് ശക്തമാകും. സൗദി അറേബ്യ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ പൊടിക്കാറ്റ് അനുഭവപ്പെടുന്നതായാണ് റിപ്പോർട്ട്. കടൽ തിരമാല 7 മുതൽ 9 അടി വരെയും ചില സമയങ്ങളിൽ 13 അടി വരെയും ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട്. രാജ്യത്തെ ബാധിച്ച അസാധാരണമായ കാലാവസ്ഥ കണക്കിലെടുത്ത് എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചതായി കുവൈറ്റ് വ്യോമയാന വകുപ്പ് അറിയിച്ചു. ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന് ഇനി താൽപര്യമില്ലെന്നും ഇസ്രയേലിന്റെ യുദ്ധത്തോടുള്ള ആർത്തി നിർത്താൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും മുതിർന്ന ഹമാസ് നേതാവ് ബാസം നെയിം. ഗാസ മുനമ്പിൽ പട്ടിണി യുദ്ധവും ഉന്മൂലന യുദ്ധവും തുടരുന്നിടത്തോളം കാലം ചർച്ചകളിൽ ഏർപ്പെടുന്നതിലോ പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നതിലോ അർത്ഥമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസ മുനമ്പ് കീഴടക്കലും പ്രദേശങ്ങൾ കൈവശം വയ്ക്കലും ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭ ഇന്നലെ വിപുലീകരിച്ച പശ്ചാത്തലത്തിലാണ് ബാസം നെയിം നയം വ്യക്തമാക്കിയത്. ഷാർജ സർക്കാർ വനിതാ ജീവനക്കാർക്ക് കെയർ ലീവ് എന്ന പുതിയ തരം അവധി പ്രഖ്യാപിച്ചു. ഷാർജ മാനവ വിഭവശേഷി വകുപ്പ് ചെയർമാൻ അബ്ദുള്ള ഇബ്രാഹിം അൽസാബി തന്റെ നേരിട്ടുള്ള റേഡിയോ പരിപാടിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. തുടർച്ചയായ പരിചരണം ആവശ്യമുള്ള രോഗിയായ അല്ലെങ്കിൽ വികലാംഗരായ കുട്ടികളെ പ്രസവിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥകളായ അമ്മമാർക്കാണ് കെയർ ലീവ് അനുവദിക്കുന്നത്. പ്രസവാവധി പൂർത്തിയാക്കിയതിനു ശേഷം ആരംഭിക്കുന്ന ഈ അവധി 3 വർഷം വരെ നീട്ടാവുന്നതാണ്. സൗദി അറേബ്യയിൽ ഹജ്ജ് ഒരുക്കങ്ങൾ പൂർത്തിയായി. പരിശോധന കർശനമാക്കി. സന്ദർശക ഉംറ വിസകളിലെത്തി രാജ്യം വിടാതെ തങ്ങുന്നവരെ ലക്ഷ്യമിട്ടുള്ള പരിശോധനകളാണ് കർശനമാക്കിയിട്ടുള്ളത്. നിയമലംഘകരായ സന്ദർശക വിസക്കാർക്ക് 20,000 റിയാലും ഇവർക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തുന്നവർക്ക് 1,00,000 റിയാലുമാണ് പിഴ. UAE ഒമാൻ റെയിൽ നെറ്റ്വർക്ക് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ മുന്നോട്ട്. റെയിൽവേ ട്രാക്കുകൾ സ്ഥാപിക്കുന്നതിനായി ഭാരമേറിയ മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റു ഉപകരണങ്ങളും ഇതിനകം വിന്യസിച്ചിട്ടുണ്ട്. ഒമാൻ UAE റെയിൽ ലിങ്ക് വികസിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും ചുമതലപ്പെടുത്തിയിരിക്കുന്ന കമ്പനിയായ അഫീഫ് റെയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒമാനിലും UAEയിലുമുള്ള 5 തുറമുഖങ്ങളെയും വ്യാവസായിക മേഖലകളെയും റെയിൽവേ ബന്ധിപ്പിക്കും. അബുദാബിക്കും സോഹറിനും ഇടയിലുള്ള യാത്രാ സമയം 100 മിനിറ്റായി കുറയ്ക്കുമെന്നും ചരക്ക് തീവണ്ടികൾ മണിക്കൂറിൽ 120 കിലോമീറ്റർ വരെ വേഗതയിലും പാസഞ്ചർ വണ്ടികൾ 200 കിലോമീറ്റർ വരെ വേഗതയിലുമായിരിക്കും സർവീസ് നടത്തുന്നതെന്നും അധികൃതർ അറിയിച്ചു. അബുദാബി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പ് മലയാളിക്ക് വീണ്ടും മെഗാ സമ്മാനം. സൗദി അറേബ്യയിൽ 40 വർഷത്തോളം ജോലി ചെയ്ത ശേഷം നാട്ടിലേക്ക് മടങ്ങാനിരുന്ന തിരുവനന്തപുരം സ്വദേശി താജുദ്ദീൻ അലിയാർ കുഞ്ഞിനാണ് 25 മില്യൺ ദിർഹം, അതായത് ഏതാണ്ട് 56 കോടി രൂപ സമ്മാനം ലഭിച്ചത്. വെറും കൈയോടെ നാട്ടിലേക്ക് മടങ്ങാനിരുന്ന തനിക്ക് ദൈവം നൽകിയ സമ്മാനമാണിതെന്നാണ് താജുദ്ദീൻ ഇതിനോട് പ്രതികരിച്ചത്. സാങ്കേതിക മികവിന്റെ ശ്രദ്ധേയമായ പ്രദർശനത്തിന് സാക്ഷ്യം വഹിക്കാൻ വിദ്യാർത്ഥികളെയും ഫാക്കൽറ്റിയെയും വ്യവസായ പങ്കാളികളെയും ഒരുമിച്ച് കൊണ്ടുവന്നതിൽ ഷാർജയിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ഹെർ എക്സലൻസി ഷെയ്ഖ ബോദൂർ ബിൻ സുൽത്താൻ അൽ കാസ്മി യൂണിവേഴ്സിറ്റി അധികൃതരെ അനുമോദനം അറിയിച്ചു. ഷാർജയിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി വാർഷിക കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സീനിയർ ഡിസൈൻ പ്രോജക്ട് മത്സരത്തിൽ വിജയികൾക്കുള്ള അനുമോദന സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. 7 അക്കാദമിക് വകുപ്പുകളിലായി ആകെ 124 പ്രോജക്റ്റുകളാണ് അവതരിപ്പിച്ചത്. അഹമ്മദ് അൽ റുസി, ബനാൻ മെഹബൂബ്, ഇമാൻ അദ്നാൻ, റഹ്മ അൽ ബർഗൂത്തി എന്നിവർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഗവേഷണ അസോസിയേറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ ഗലേബ് ഹുസൈനിയുടെ മേൽനോട്ടത്തിൽ അൾട്രാസൗണ്ടിനോട് കൂടുതൽ പ്രതികരിക്കുന്ന നാനോ കരിയറുകൾ റെൻഡർ ചെയ്യുന്ന ഡിസൈനുകളാണ് ഇവർ അവതരിപ്പിച്ചത്. ഡോക്ടർ സമീർ അൽ ആഷെ, അഹമ്മദ് ഐദാൻ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പ്രോജക്റ്റുകൾ അവതരിപ്പിച്ചത്.